വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ലേണിംഗ് ഫേസസ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അതായത് SSLC കെമിസ്ട്രിയിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതായത് SSLC കെമിസ്ട്രിയിലെ ചാപ്റ്റർ 2 നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു കൺസെപ്റ്റാണ്. കൺസെപ്റ്റിൻ്റെ പേര് മോൾ കൺസെപ്റ്റ് എന്നാണ്. അതായത് ഈ ഒരൊറ്റ വീഡിയോയിൽ GAM എന്താണ്, GMM എന്താണ്, മോൾ എന്താണ് എന്ന് ഒരൊറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് സെറ്റാക്കി തരും. മാത്രമല്ല STP എന്നാൽ എന്താണ് അതൊക്കെ സെറ്റാക്കി തരും. എന്താണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതായത് ഇത്രയും വലിയൊരു കൺസെപ്റ്റ് നിങ്ങൾക്കൊരു മാജിക് ബോക്സ് എന്നൊരു കൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാൻ പോവാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചു വെച്ചാൽ മതി. അതായത് ഈ ഒരു വീഡിയോ മൊത്തത്തിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ഒരു ഭാഗത്ത് നിന്ന് എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ള മാജിക് ബോക്സ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. നോക്കാം. സൂപ്പർ ട്രിക്ക് ഓഫ് ഫുൾ മാർക്ക്, അതായത് ഫുൾ മാർക്കിലേക്ക് എത്താനുള്ള സൂപ്പർ ട്രിക്കാണ് എന്ത് ചാപ്റ്റർ 2 നിന്ന്. നമ്മൾ നോക്കുകയാണ്, ഇതാണ് നമ്മുടെ മാജിക് ബോക്സ് എന്ന് പറഞ്ഞാൽ. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഗ്രാമിൽ നിന്ന് നമ്മുടെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഗ്രാമിൽ നിന്ന് നമുക്ക് എവിടേക്ക് എത്താനാ, GAM അല്ലെങ്കിൽ മോളിലെ GAM അല്ലെങ്കിൽ മോള് എന്ന കൺസെപ്റ്റിലേക്ക് എത്താനായിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാകുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇത്ര നോക്കിയാൽ മതി. ഗ്രാമിൽ നിന്ന് GAM GMM മോള് എന്നതിലേക്കാണ് നമുക്ക് എത്താൻ തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഗ്രാമിനെ എന്തുകൊണ്ട് ഹരിക്കണം, അറ്റോമിക് മാസോ അല്ലെങ്കിൽ മോളിക്കുലാർ മാസോ, അറ്റോമിക് മാസോ മോളിക്കുലാർ മാസോ എന്നിവ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഹരിച്ചാൽ മതി. ഇനി നേരെ തിരിച്ച് GAM GMM മോള് എന്നിവയിൽ നിന്ന് നമുക്ക് എവിടേക്ക് എത്തണം, ഗ്രാമിലേക്ക് എത്തണം. എന്ത് ചെയ്യുക, നേരത്തെ പറഞ്ഞതുപോലെ അറ്റോമിക് മാസ് അല്ലെങ്കിൽ മോളിക്കുലാർ മാസ് എന്നിവ കൊണ്ട് എന്ത് ചെയ്യുക, ഗുണിച്ചാൽ മതി. ഒന്നാമത്തെ കൺസെപ്റ്റ് ഓക്കെയാണ്. അപ്പോൾ ഒരു മാർക്ക് സെറ്റ്. അപ്പോൾ എന്താ, ഇതും സെറ്റ്, ഇതും സെറ്റ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ, മോളിൽ നിന്ന്, അതായത് അടുത്ത ഭാഗം എന്താണ്, ഓക്കെ ശ്രദ്ധിക്കാം. ഓക്കെ, അടുത്ത ഭാഗം ഇതാണ്. അതായത് GAM GMM മോള് എന്നിവയിൽ നിന്നും നമുക്ക് STPയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ, അതായത് STPയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ ചെയ്യുക, വളരെ സിമ്പിളാണ്. അതായത് ഇത്ര ചെയ്താൽ മതി. അതായത് GAM GMM മോള് എന്നിവയിൽ നിന്ന് നമുക്ക് STPയിലേക്ക് എത്താൻ എന്ത് ചെയ്യുക, ഗുണിക്കുക. എന്തിനെ കൊണ്ട് ഗുണിക്കണം, അതാണ് 22.4 ലിറ്റർ. 22.4 ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ STPയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന വ്യാപ്തമാണ്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ എന്നിവയുടെ വ്യാപ്തമാണ് 22.4 ലിറ്റർ. അത് പഠിച്ചു വെച്ചിരിക്കുക. ഇനി നേരെ തിരിച്ചാണെങ്കിൽ STPയിൽ നിന്ന് നമുക്ക് GAM അതേപോലെ GMM മോള് എന്നിവയിലേക്കാണ് നമുക്ക് എത്തണമെങ്കിൽ എന്താ ചെയ്യുക, നമുക്ക് നേരെ എന്ത് ചെയ്താൽ മതി, ഹരിച്ചാൽ മതി. ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ഷുവറായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. അങ്ങനെ എന്താക്കി STPയിലെ വ്യാപ്തം നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്തത് ഇതാ നമ്പർ ഓഫ് തന്മാത്ര, മോളിക്യൂൾസിന്റെ നമ്പറാണ് നമുക്ക് കണ്ടുപിടിക്കാൻ തന്നിട്ടുള്ളത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നേരെ GAMൽ നിന്ന്, GAM എന്തായാലും ഇതൊരു ഉറപ്പാണ്, GAM GMM മോള് എന്നിവയിൽ നിന്നും നമ്മൾ നേരെ എന്ത് ചെയ്യുക, നമ്പർ ഓഫ്, അതായത് തന്മാത്രയുടെ മോളിക്യൂൾസിന്റെ നമ്പർ കാണാൻ നമ്മൾ എന്ത് ചെയ്യുക, എന്തുകൊണ്ടായിരിക്കണം, അവോഗാഡ്രോ സംഖ്യ. അവോഗാഡ്രോ സംഖ്യയുടെ മറ്റൊരു പേരെന്താണ്, N എന്നതാണ്. 6.022 × 10⁻23 അല്ലെ 10⁻23 എന്ന് പറയാം. അപ്പം എന്താ, അതായത് മോൾ കൺസെപ്റ്റിൽ നിന്ന് നമുക്ക് നേരെ നമ്പറിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യുക, ഗുണിക്കുക. ഇനി നമ്പറിൽ നിന്ന് നേരെ മോൾ കൺസെപ്റ്റിലേക്ക് എത്തണം എന്ത് ചെയ്യുക, നമ്മൾ നേരെ ഹരിച്ചാൽ മതി. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ഷുവർ ആയിട്ട് പഠിക്കാൻ പറ്റും. അതായത് ഈ ഒരു മാജിക് ബോക്സ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. ഇവിടെ നിന്ന് എന്താ, ഫുൾ മാർക്ക് ഇവിടെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ഈ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തേക്കുക, എന്നിട്ട് എടുത്തിറങ്ങി പഠിച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആണ് തരാൻ പോവാണ്. ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ എന്താണ്, അതായത് ഒരു GMMൽ എത്ര മോളിക്യൂൾസ്, അതായത് തന്മാത്രയുണ്ട്. തന്മാത്ര ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു GMMൽ, അതായത് ഒരു GMMൽ എത്ര തന്മാത്രകൾ ഉണ്ട് എന്നാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ. നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ.